സെറീന വില്യംസ്, അന്ന കൂർണിക്കോവ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ താരങ്ങളുണ്ട്. ഇവര് കളിക്കാൻ വരുമ്പോൾ എന്താ ഇടാന്ന് ചോദിച്ചാൽ മുട്ടിന്റെ മുകളിൽ ഉള്ള ഒരു വസ്ത്രമാണ്, മുട്ട് വരെയുള്ള ഒരു വസ്ത്രമല്ല അവർക്കുണ്ടാവുക. അതുപോലെ തന്നെ അവർ ധരിച്ചിരിക്കുന്ന ബനിയൻ, അത് അവരുടെ അരയും അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രവുമായിട്ട് അത്ര അങ്ങോട്ട് അടുത്ത് നിൽക്കില്ല. എന്നിട്ട് അവരുടെ ആക്ഷനുകൾ, അവരുടെ കളിയുടെ രീതികൾ, നമ്മുടെ നമ്മുടെ ഫോട്ടോഗ്രാഫർമാരും നമ്മുടെ പരസ്യക്കാരനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ അത് സംപ്രേഷണം ചെയ്യുന്നവനൊക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആൺകാഴ്ചയേക്കാൾ പെൺകാഴ്ചയെ വളരെ മനോഹരമായി നമ്മുടെ മുമ്പിലേക്ക് തരും. എന്താണ് അവരുടെ വേഷം എന്നുള്ളത്. ഏറ്റവും രസകരമായ വശം ഇതിലെ പറള്, അതിലെ ഷർട്ടാണ്. വിംബിൾഡണിലും US ഓപ്പണിലും ഫ്രഞ്ച് ഓപ്പണിലും ഒക്കെ കളിക്കുമ്പോൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മുട്ട് വരെയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. അങ്ങനെ ധരിച്ചാൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. എന്നാ പുരുഷന്മാരോട് ഒരു പറയുണ്ട്, ജോക്കോവിച്ചിനോടും ഫെഡററോടൊക്കെ പറയണം, നിങ്ങൾ അതിലും ചെറിയ വസ്ത്രമാണ് ധരിക്കേണ്ടത്. കാതിൽ തേൻമഴയായി പ്രിയ ഗായിക ലക്ഷ്മി ജയൻ. ഊരി വെച്ചിട്ട്, കാരണം ഊരണമെങ്കിൽ ആദ്യം ഒരു 5 മിനിറ്റ് ചെലവാക്കണം, അതിന് മാത്രം കെട്ടുംപൂട്ടാണ് അതിന്റെ കൂടെയുള്ളത്. എന്നിട്ട് സ്വന്തം മുതുക്, സ്വന്തം നട്ടല് പോലും നിവർത്താൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാ ഇതൊക്കെ? ആരാണ് നിങ്ങളെ ധരിപ്പിച്ചത്? എന്നിട്ട് 60 വയസ്സുള്ളവരൊക്കെ രേഖ, ശ്രീദേവി, ഇവരൊക്കെയാണ് ഇപ്പൊ പരസ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഉടുക്കാനും ഉടുപ്പിക്കാനും ധരിപ്പിക്കാനും ഒക്കെ. എന്നിട്ട് ചാനൽ മധുരം കിനിയുന്ന സുന്ദര ഗാനങ്ങളുമായി മഞ്ജരി. പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു വരുന്ന എന്തെല്ലാം സദസ്സുകളും ഏതെല്ലാം വേദികളും ഏതെല്ലാം സന്ദർഭങ്ങളുമുണ്ടോ, ആ സന്ദർഭങ്ങളിലെല്ലാം ഇത്തരം അനിയന്ത്രിതമായ ഇടകലരലുകൾ ഇല്ലാതിരിക്കുവാനുള്ള ജാഗ്രത പാലിക്കുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിൽ സ്വാഭാവികമായും ഉണ്ടായിരിക്കേണ്ട ധാർമ്മികപരവും സദാചാരപരവുമായ ഔന്നിത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് ഭദ്രമായി കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക. ഇത് പാലിക്കപ്പെടാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരികപരവും നാഗരികപരവുമായ എല്ലാ ഔന്നിത്യത്വങ്ങളെയും തച്ച് തകർത്തുകൊണ്ട് അധാർമികതയുടെയും സദാചാര വിരുദ്ധതയുടെയും കൂത്തരങ്ങായി മനുഷ്യജീവിതത്തെ പുതുക്കിപ്പണിയുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഗൗരവപ്പെട്ട മര്യാദകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കപ്പെടേണ്ടതാണ് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. पूरा दिला